പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജെ.എസ്. സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷിക്കും. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടതിന് പിന്നാലെയാണ് സർക്കാർ തീരുമാനം. കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കുമെന്ന് മുഖ്യമന്ത്രി സിദ്ധാർത്ഥന്റെ കുടുംബത്തെ അറിയിച്ചിരുന്നു. സർക്കാർ നടപടിയിൽ ആശ്വാസമെന്ന് കുടുംബം പ്രതികരിച്ചു. ശരിക്കും ഞാൻ അത് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിനും ചിലപ്പം മനസ്സിലായി കാണും ഇതൊരു ഒരു കൊലപാതകമാണോ അല്ലെങ്കിൽ നല്ല രീതിയിൽ CBI അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, അദ്ദേഹത്തിന് തോന്നിക്കാണണം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം CBI അന്വേഷണത്തിൽ വിട്ടത്. അത് ശരിക്കും എനിക്ക് നല്ലൊരു തൃപ്തി തോന്നുന്നു. അദ്ദേഹത്തിന് താല്പര്യം കാണുമായിരിക്കും, ഒരു ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരണം എന്ന് അദ്ദേഹം ചിന്തിച്ചതിൽ ശരിക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കാര്യമാണത്. സർക്കാർ തീരുമാനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കോൺഗ്രസ് നേതാക്കൾ നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. അവിടെ തന്നെ കൊന്ന്, അവിടെ തന്നെ കെട്ടിത്തൂക്കി, അവിടെ തന്നെ അത് അഴിച്ച് മരിച്ചയാളുടെ ബോഡി കൊണ്ടുപോയതാണ്. പ്രതികൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചതാണ്. എന്നിട്ട് അവർ ഒരാഴ്ച ചുറ്റിത്തിരിഞ്ഞിട്ടും ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ പ്രതികളെ പാർട്ടി സംരക്ഷിച്ച് പാർട്ടിയാണ് ഇത് മുഴുവൻ തണലൊരുക്കി കൊടുത്തത്. അപ്പൊ അത് CBI അന്വേഷണം എന്നത് ഞങ്ങളുടെ ഡിമാൻഡായിരുന്നു. അതിനുവേണ്ടിയിട്ടാണ് ഈ 3 പേരും നിരാഹാര സമരം നടത്തിയത്. ഇന്നിപ്പോൾ ഈ സമരം അവസാനിക്കുമ്പോൾ ആ സമരം വിജയിച്ചതിന്റെ തികഞ്ഞ അഭിമാനത്തോടും തീർച്ചയായിട്ടും ഇതെല്ലാം ഇനി കേരളത്തിൽ നിലയ്ക്ക് നിർത്താനുള്ള വലിയ പോരാട്ടത്തിനുള്ള ആത്മവിശ്വാസവുമായിട്ടാണ് ഈ സമരം പിരിയുന്നത്. അലക്സ് റാം മുഹമ്മദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അലക്സ്, ഈ വിഷയം LDF-ൽ ഉന്നയിക്കപ്പെടുന്നു, മറുഭാഗത്ത് കോൺഗ്രസിന്റെ നിരാഹാര സമരം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരവെ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി ഉന്നയിക്കപ്പെടുമെന്നുള്ളതിൽ തർക്കമില്ല. അതൊക്കെ കൂടി പരിഗണിച്ചാണോ ഇപ്പോൾ വളരെ പെട്ടെന്ന് കുടുംബം ആവശ്യപ്പെട്ടു തൊട്ടു പിന്നാലെ തന്നെ CBI അന്വേഷണം എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കണം. കാരണം സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിരോധത്തിലായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പല പശ്ചാത്തലങ്ങൾ, പല ഘടകങ്ങൾ ഈ വിഷയത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നേരത്തെ തന്നെ ഈ വിഷയം 24 പുറത്തു കൊണ്ടുവന്ന ഇത് പൊതുസമൂഹം ഈ വിഷയം ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം, പ്രത്യേകിച്ച് CBI അന്വേഷണം വേണം എന്നൊരാവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തതാണ്. കുടുംബം ആദ്യം മുതൽ പറയുന്നത് പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നുള്ളതാണ്. അവരുടെ അന്വേഷണത്തിൽ വിശ്വാസമുണ്ട്, പക്ഷെ തൃപ്തി പോരാ എന്നുള്ളതാണ്. കാരണം കൂടുതലായ പ്രതികളുണ്ട്. ആ പ്രതികളെ മുഴുവൻ പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്താനോ ആ പ്രതികളെ കൃത്യസമയത്ത് കസ്റ്റഡിയിലെടുക്കാനോ പോലീസിന് സാധിച്ചില്ല. ഈ ഡീനെ പ്രതി ചേർക്കുന്നത്, അപ്പോൾ അസിസ്റ്റന്റ് വാർഡനെ പ്രതി ചേർക്കുന്നതടക്കം അത്തരത്തിൽ വലിയ വീഴ്ച പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടം മുതൽ ഉണ്ടായതായി പിതാവ് തന്നെ പറയുന്നുണ്ട്. പോലീസിന് പ്രതികളിലേക്ക് എത്തിപ്പെടുന്നതിന് വലിയ തടസ്സങ്ങളുണ്ട്. കാരണം ഈ പ്രതികളിൽ പലരെയും നേതാക്കൾ സംരക്ഷിക്കുന്നുണ്ട്, പാർട്ടി സംരക്ഷിക്കുന്നുണ്ട്. അതിനാൽ പോലീസിന്റെ കൈ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പിതാവ് ജയപ്രകാശ് പല ഘട്ടങ്ങളിൽ പറഞ്ഞത്. അതിനാൽ മറ്റൊരു അന്വേഷണം, ഒരു ഉചിതമായ കേന്ദ്ര അന്വേഷണം വേണം, CBI ഈ വിഷയം അന്വേഷിക്കണം എന്നുള്ളതാണ് കുടുംബം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. പ്രതിപക്ഷവും സമാനമായ ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഈ വിഷയം ആവശ്യപ്പെട്ട് ശക്തമായ സമരം കോൺഗ്രസ് നടത്തുന്നു. കോൺഗ്രസിന്റെ പോഷക സംഘടനകൾ, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, KSU, ആ 3 പോഷക സംഘടനകളുടെയും സംസ്ഥാന അധ്യക്ഷന്മാരും അധ്യക്ഷയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിച്ചതും നമ്മൾ കണ്ടതാണ്. അവരുടെ സമരത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യവും CBI അന്വേഷണം തന്നെയായിരുന്നു. KSU നെടുമങ്ങാട്ടെ സിദ്ധാർത്ഥന്റെ വീട്ടിൽ നിന്ന് ക്ലിഫ് ഹൗസ് വരെ ലോങ് മാർച്ച് KSU കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചു. സമാനമാണ് BJPയുടെ നേതൃത്വത്തിൽ V. മുരളീധരൻ നെടുമങ്ങാട് ജംഗ്ഷനിൽ ഈ വിഷയം കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സത്യാഗ്രഹ സമരം നടത്തുന്നു. ABVP ലോങ് മാർച്ച്, KSU സമരം നടത്തുന്നതിന് മുമ്പ് തന്നെ ABVPയുടെ ലോങ് മാർച്ച് അത് സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നു. അത്തരത്തിൽ വലിയ സമരം പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കുകയും പൊതുസമൂഹം സജീവമായി ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. അത് പ്രതിപക്ഷം ഏറ്റെടുത്തത് മാത്രമല്ല, ഭരണകക്ഷിക്കുള്ളിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിമർശനമുയർന്നു. കഴിഞ്ഞ ദിവസം LDF ചേർന്നിരുന്നു. LDF യോഗത്തിൽ RJD ഇതിൽ കൃത്യമായ വിമർശനം ഉന്നയിക്കുകയും മുഖ്യമന്ത്രി അടക്കം മൗനം പാലിച്ചതും ആയ വിവരങ്ങൾ പുറത്തു വന്നു. അതിനെല്ലാം പിന്നാലെയാണ് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനം വരുന്നത്. ഇന്ന് സിദ്ധാർത്ഥൻ്റെ പിതാവ് ജയപ്രകാശ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ചേംബറിലെത്തി കണ്ട് ഈ കേസ് CBIക്ക് വിടണം സർക്കാർ എന്നൊരാവശ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. മുഖ്യമന്ത്രി കണ്ടതിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങിയ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ കേസ് CBIക്ക് വിടും എന്ന ഉറപ്പ് മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചു എന്നാണ് പിതാവ് പറഞ്ഞത്. അതിനു മിനിറ്റുകൾക്ക്, ഏതാണ്ട് 20 മിനിറ്റിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായ പത്രക്കുറിപ്പ് ഇറക്കുന്നു. ഈ കേസ്, അത് സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന്റെ വികാരം മാനിച്ച് ഈ കേസ് CBIക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. അതുമാത്രമല്ല, അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ദൗർഭാഗ്യകരമായ സംഭവമാണ്, അതിദാരുണമായ സംഭവമാണ്, സമൂഹ മനസാക്ഷിയെ
ഞെട്ടിക്കുന്ന സംഭവമാണ്. കുറ്റമറ്റതും നീതിയുക്തവുമായ അന്വേഷണം ഇതിൽ പോലീസ് നടത്തിയിട്ടുണ്ട്, എല്ലാ പ്രതികളും പിടികൂടിയിട്ടുണ്ട് എന്നൊരു ന്യായീകരണം അദ്ദേഹം നടത്തിയെങ്കിലും അതിനുശേഷം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. പക്ഷേ കുടുംബത്തിൻ്റെ വികാരം ഇത് CBIക്ക് വിടണമെന്നാണ്. അങ്ങനെ ആ കേസ് CBIക്ക് വിടാൻ തീരുമാനിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ആ തീരുമാനം കുടുംബം സ്വാഗതം ചെയ്യുകയും ചെയ്തു. എന്താണെങ്കിലും ആ തീരുമാനവുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് ഉടനെ പുറത്തിറങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സമരം ചെയ്ത പ്രതിപക്ഷ സംഘടനകൾ അവരുടെ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വ്യക്തമാക്കിയത് ഈ തീരുമാനത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിന്നോട്ട് പോയാൽ ശക്തമായ സമരങ്ങൾ കാണേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പാണ് നൽകിയത്. എന്താണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പെട്ടെന്ന് തന്നെ ഉത്തരവിറക്കി ഇതിൽ നിന്ന് മുഖം രക്ഷിക്കാനായിരിക്കും സർക്കാർ ശ്രമിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെയാണ് കുടുംബം ഇന്ന് മുഖ്യമന്ത്രിയെ കാണുന്നു, പരാതി നൽകുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ CBI അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു സർക്കാർ.